ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു എഡ്യു വാലി 2.0. നമ്മൾ ഇപ്പോൾ ക്രിസ്മസ് എക്സാം എല്ലാം കഴിഞ്ഞു. ഈ ഒരു വീഡിയോ ഈ ഒരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് തരുന്നത്. ഹൗ ഈസ് യുവർ ക്രിസ്മസ് എക്സാം? നമ്മൾ കൊമേഴ്സ് കുട്ടികളോടാണ് മിസ്സിന് ചോദിക്കാനുള്ളത്. കാരണം നമ്മുടെ ചാനൽ കൊമേഴ്സ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ചാനലാണ്. അപ്പോൾ നിങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ള ഒരേ ഒരു ക്വസ്റ്റ്യൻ, ഹൗ ഈസ് യുവർ ക്രിസ്മസ് എക്സാം? ഇതിലെ ക്രിസ്മസ് എക്സാം ഒന്നും വലിയ കാര്യമില്ലാതെ വിട്ടുകളഞ്ഞ സ്റ്റുഡൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. അത് കുഴപ്പമില്ല, നമുക്ക് അടുത്ത പരീക്ഷയ്ക്ക് നോക്കാം. ഇതൊന്നല്ല എക്സാം, ഫൈനൽ എക്സാം അല്ലേ വലുത് എന്നൊക്കെ പറയുന്ന കുട്ടികളോടും, അതേപോലെ തന്നെ നല്ല രീതിയിൽ പഠിച്ച കുട്ടികളോടും വേറെ ഏവറേജ് കുട്ടികളോടും ഒക്കെ മിസ്സിന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ട്. ഹൗ ഈസ് യുവർ ക്രിസ്മസ് എക്സാം? ക്രിസ്മസ് എക്സാം നമുക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? കഴിഞ്ഞ വർഷത്തേക്കാൾ എത്രത്തോളം ബുദ്ധിമുട്ടായിരുന്നോ, അത് എളുപ്പമായിരുന്നോ, ഏവറേജ് ആണോ എന്നാണ് നമ്മുടെ അവസ്ഥ. നോക്കി നോക്കാം നമുക്ക് ഏതൊക്കെ സബ്ജക്റ്റുകൾ എങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകളാണ് നമുക്ക് വന്നത് എന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് മിസ് പറഞ്ഞുതരാം. അതിന് മുന്നേ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. നമുക്കിനി എക്സാം ഡേയ്സ് ആണ് വരുന്നത്. ജനുവരി ഫെബ്രുവരി ഒക്കെ ഉണ്ടല്ലോ, നമുക്ക് എക്സാമിന് വേണ്ടി ഇങ്ങനെ ഓടിക്കളിക്കുന്ന ടൈമാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് പ്രിപ്പയർ ആവും. അതെല്ലാം നിങ്ങൾക്ക് ഡെയിലി അപ് ടു ഡേറ്റ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. മാർച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ആരും +2 നോക്കില്ലല്ലോ. അതുകൊണ്ട് അത്രയും ടൈമെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. ഇനി ക്രിസ്മസ് എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ വർഷത്തെ ക്രിസ്മസ് എക്സാമും കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസ് എക്സാമുകളും നോക്കുകയാണെങ്കിൽ, ഈ വർഷത്തെ ക്രിസ്മസ് എക്സാം ടഫ് തന്നെയായിരുന്നു. മിസ്സിൻ്റെ ഒരു അഭിപ്രായത്തിൽ ടഫ് തന്നെയായിരുന്നു. ടഫ് എന്ന് പറയുമ്പോൾ വളരെ ബുദ്ധിമുട്ട് എന്നല്ല, എക്സാമിൻ്റെ പാറ്റേൺ എല്ലാം ഡിഫറെൻ്റ് ആണ്. കഴിഞ്ഞ വർഷം വരെയുള്ള എക്സാം പാറ്റേണുകളെല്ലാം ഇത്തവണത്തെ ക്രിസ്മസ് എക്സാമിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. എസ്പെഷ്യലി അവർ കോർ സബ്ജക്ട്സ്, നമ്മുടെ കോർ സബ്ജക്റ്റുകൾക്കാണ് പാറ്റേൺ വ്യത്യാസം വന്നിരിക്കുന്നത്. ലാംഗ്വേജുകളായ മലയാളം, ഹിന്ദി, അതുപോലെ തന്നെ ഇംഗ്ലീഷിനൊന്നും അത്ര വലിയ ബുദ്ധിമുട്ടുകൾ മിസ്സിന് തോന്നിയില്ല. കോർ സബ്ജക്റ്റുകൾ, നമ്മളെ ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ടൻസി, ഇക്കണോമിക്സ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ഇതൊക്കെ നമ്മളെ കോർ സബ്ജക്റ്റുകളാണ് അല്ലേ. അതുപോലെ മാത്സ്, എല്ലാ കോർ സബ്ജക്റ്റുകളും അതിൻ്റെതായ ബുദ്ധിമുട്ട് തന്നെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ വന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇക്കൊല്ലം ബുദ്ധിമുട്ട് വരാനുള്ള വേറൊരു റീസൺ എന്താണെന്നറിയോ? നിങ്ങൾക്ക് ഓണപരീക്ഷ, അതായത് ഇപ്പോൾ ഓണം എക്സാം ഉണ്ടായിരുന്നല്ലോ, ഓണപരീക്ഷ നമ്മൾ ഓരോ സ്കൂൾ വൈസ് ആയിരുന്നു അല്ലേ ഇട്ടിരുന്നത്. സ്കൂൾ വൈസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ നമുക്ക് വലിയ വിഷയം വന്നിട്ടില്ല. കാരണം നമ്മളെ ടീച്ചേഴ്സ് പറയും, നമ്മളെ ടീച്ചേഴ്സ് പറഞ്ഞ പോലത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ നമ്മൾ പഠിച്ച് സെറ്റായി പോയത്. അപ്പം അത് വലിയ പ്രശ്നമായി തോന്നില്ല. പക്ഷേ ക്രിസ്മസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം നമുക്ക് ഫ്രം ഗവൺമെന്റ് ഇഷ്യൂ ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആയിരുന്നു. ഇനി അപ്പോൾ ഈ വർഷം നിങ്ങളുടെ കയ്യിൽ ആകെ കൂടിയുള്ളത് ഈ ഗവൺമെന്റിന്റെ ഈ ഒരൊറ്റ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ ആണ്. അപ്പം മോഡൽ എക്സാമും ഫൈനൽ എക്സാമും ഒക്കെ നമുക്ക് എങ്ങനെ പ്രതീക്ഷിക്കാം? ഡെഫിനറ്റ് ആയിട്ടൊരു ടഫ് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഓരോ ചാപ്റ്റർ, ഓരോ വിഷയങ്ങൾ നമുക്ക് നോക്കി വെക്കാം. എങ്ങനെയാണ് ബുദ്ധിമുട്ട് വന്നിരുന്നത് നമുക്ക് നോക്കിയാലോ. അപ്പം ഗവൺമെന്റ് ക്വസ്റ്റ്യൻ പേപ്പർ, ഇപ്പം നിങ്ങൾ പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഈ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത് കേട്ടോ. ഇത് നിങ്ങൾ വെള്ളം പോലെ പഠിച്ചിരിക്കണം ഫൈനൽ എക്സാമിന്. കാരണം നമുക്ക് ഇതിനൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും നമ്മുടെ ഫൈനൽ എക്സാം എഴുതുമ്പോൾ. അപ്പോൾ നമുക്ക് ഓരോ സബ്ജക്റ്റ് നോക്കുകയാണെങ്കിൽ, ഇപ്പം അക്കൗണ്ടൻസിയുടെ കാര്യം ആദ്യം പറയാം. അക്കൗണ്ടൻസിയിലെ പ്രോബ്ലംസ് വളരെ കുറവായിരുന്നു. പ്രോബ്ലംസിന് ഇമ്പോർട്ടൻസ് ഇത്തവണ കൊടുത്തിട്ടേയില്ല, വളരെ കുറവായിരുന്നു. തിയറീസും വളരെ കുറവായിരുന്നു. തിയറീസും വലിയ കാര്യമായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ജേർണൽ എൻട്രിക്കായിരുന്നു ഇത്തവണ ഇമ്പോർട്ടൻസ്. ജേർണൽ എൻട്രിക്കാണ്. ഇപ്പൊ AFS കുട്ടികളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ആയിക്കോട്ടെ, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സ്റ്റുഡൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ കൂടുതലും ജേർണൽ എൻട്രിക്കാണ് അവർ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. അപ്പൊ ആ ഒരു ജേർണൽ എൻട്രി ആണ് നമ്മൾ നന്നായി ശ്രദ്ധിക്കേണ്ടത്. കുറേ സ്റ്റുഡൻസ് എന്താ ഇപ്പം സാധാരണ ജേർണൽ എൻട്രി ചോദിക്കാറില്ല എന്നല്ല മിസ് പറഞ്ഞത്. നമുക്ക് അഡ്മിഷനിൽ നിന്ന് ഒരു ജേർണൽ എൻട്രി, റിട്ടയർമെന്റ് പറഞ്ഞൊരു ജേർണൽ, 2 ജേർണൽ എൻട്രിയാണ് ചോദിക്കാറുള്ളൂ. പക്ഷേ ഇത്തവണത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു പാഠത്തിൽ നിന്ന് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് മാക്സിമം ജേർണൽ എൻട്രീസ് അവർ കവർ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ ജേർണൽസ് ഇപ്പോൾ റിവാലുവേഷൻ്റെ ജേർണൽസ് വന്നിട്ടിരുന്നു, അതുപോലെ റിട്ടയർമെൻറ്റ് ജേർണൽസ്, അഡ്മിഷൻ്റെ എല്ലാ ജേർണൽ എൻട്രീസും അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കുറേ കുട്ടികൾ പഠിക്കുമ്പോൾ, ഒരുപാട് സ്റ്റുഡൻസ് മിസ്സിനെ അറിയുന്ന സ്റ്റുഡൻസ് ആയിക്കോട്ടെ, അവർ പഠിക്കുമ്പോൾ ജേർണൽ എൻട്രി സ്കിപ്പ് ചെയ്തിട്ട് ഈ പ്രോബ്ലംസും തിയറീസും മാത്രം പഠിച്ചു പോയ കുട്ടികളുണ്ട്. പക്ഷേ പ്രോബ്ലംസിൽ നമ്മൾ പ്രതീക്ഷിച്ച ലോൺ അക്കൗണ്ടുകളൊന്നും ചോദിച്ചിട്ടില്ല ചില ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ.
ഇപ്പോൾ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിലൊന്നും ഇപ്പോൾ ലോൺ അക്കൗണ്ട്, അതുപോലെ ഡെത്ത് പാർട്ട്ണർ, റിട്ടയറിംഗ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടുകൾ, അതിനൊന്നും അവർ കൂടുതൽ ഇപ്പോൾ റീവാലുവേഷൻ അക്കൗണ്ട് മാത്രമായിട്ട് അങ്ങനെയൊന്നും സെപ്പറേറ്റ് ആയിട്ട് ചോദിച്ചിരുന്നു. പക്ഷെ അതിനൊന്നും ഇപ്പോൾ ഇമ്പോർട്ടൻസ് കൊടുത്തില്ല. അതായിരുന്നു മെയിനായിട്ട് അക്കൗണ്ടൻസിൽ വന്ന ഇഷ്യൂസ്. അപ്പോൾ പാറ്റേൺ കംപ്ലീറ്റ് മാറി. അതിനും വേണ്ടി കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ പ്രോബ്ലംസ് ആണ് കൂടുതൽ. 1-2 ജേർണൽസ്, തിയറീസ് മെയിൻലി എല്ലാ വർഷവും ചോദിക്കുന്ന സെയിം ആയിട്ടുള്ള തിയറീസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിരുന്നു. ഇത്തവണ നമ്മളെ ബുദ്ധിമുട്ടിച്ചു എന്നാൽ ബുദ്ധിമുട്ടിച്ചില്ല എന്നുള്ള രീതിയിലായിരുന്നു അക്കൗണ്ടൻസിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ. നല്ല പോലെ ബുദ്ധിമുട്ടായിരുന്നു. ഇനി വേറൊരു കാര്യം കൂടി പറഞ്ഞു തരാം. നമ്മൾ ക്രിസ്മസ് എക്സാമിൻ്റെ സ്പെഷ്യൽ വീഡിയോസ് അപ്ലോഡ് ചെയ്തിരുന്നപ്പോൾ ജേർണൽസ് മാത്രമായിട്ടൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. അത് കണ്ടുപോയ കുട്ടികൾക്ക് വളരെ ഈസി ആയിരിക്കും എക്സാം. ജേർണൽസ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് 2 പാഠങ്ങളിൽ നിന്നും 3 പാഠങ്ങളിൽ നിന്നും കംപ്ലീറ്റ് ജേർണൽ എൻട്രി നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ പഠിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റായിട്ട് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാം. ഓക്കെ, പ്രോബ്ലംസിൻ്റെ വീഡിയോസ് മാത്രം ചെയ്തിരുന്നു, തിയറീസ് ചെയ്തിരുന്നു, ചാപ്റ്റർ വൈസ് ചെയ്തിരുന്നു, എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാ വീഡിയോസും ഓക്കെ ആയി കണ്ടവർക്ക് നല്ലൊരു മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ദാറ്റ് ഇസ് ഐ എം ഷുവർ. ഇനി ബിസിനസ് സ്റ്റഡീസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ബിസിനസ് സ്റ്റഡീസിൽ നമുക്ക് 2 മാർക്ക് അതുപോലെ തന്നെ 5 മാർക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. 2 മാർക്ക് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് കുറച്ച് പ്രശ്നമായിട്ടൊക്കെ തന്നെയാണ് വന്നിരുന്നത്. 8 മാർക്കും എന്താ പറയുക, കുഴപ്പമില്ല എന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം പ്രോസസ്സുകളെല്ലാം സ്കിപ്പ് ചെയ്തു. പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബിസിനസ് സ്റ്റഡീസിൽ ഒരുപാട് പ്രോസസ്സ് ഉണ്ട്. സ്റ്റാഫിംഗ് പ്രോസസ്സ്, സെലക്ഷൻ പ്രോസസ്സ്, കൺട്രോളിംഗ് പ്രോസസ്സ്, പ്ലാനിങ് പ്രോസസ്സ്, അങ്ങനെ പ്രോസസ്സുകളെല്ലാം അവർ കംപ്ലീറ്റ് മാറ്റി നിർത്തി. എന്നിട്ട് എന്ത് ചെയ്തു, ഫസ്റ്റ് പാർട്ട് ആയ നമ്മുടെ ഓണം എക്സാമിൻ്റെ പോർഷൻസിൽ നിന്ന് കൂടുതൽ അവരെ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചു. പിന്നെ ലാസ്റ്റ് പാർട്ട് ഇടയിലുള്ള ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സുകളെല്ലാം അവർ ഒന്ന് മെല്ലെ കണ്ണടച്ച പോലെയാണ് നമ്മുടെ ബിസിനസ് സ്റ്റഡീസ് എക്സാമിന് അവർ കാണിച്ചത്. അതായത് നമ്മൾ എല്ലാ വർഷവും പഠിച്ചു തന്നെ പഠിക്കേണ്ടെന്ന് അർത്ഥം. നമ്മൾ എന്ന് മാറ്റി ചിന്തിക്കണം. ഒന്ന് എക്സാം പാറ്റേൺ ഡിഫറെൻ്റ് ആയിരിക്കും എന്ന് ചിന്തിച്ചിട്ട് വേണം പഠിക്കാൻ. ഇനി എക്കണോമിക്സിനെ സംബന്ധിച്ചാണെങ്കിൽ ഇതേപോലെ 8 മാർക്കൊക്കെ നമ്മൾ പ്രതീക്ഷിച്ച ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇപ്പോൾ കഴിഞ്ഞ ലാസ്റ്റ് എക്സാം ആയിരുന്നു, 8 മാർക്കിന് പ്രതീക്ഷിച്ച അതേ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് വന്നത്. ഇവിടെയും നമുക്ക് പ്രോബ്ലംസ് അധികം ഉണ്ടായിരുന്നില്ല. പ്രോബ്ലംസ് നമുക്ക് വളരെയധികം കുറവ് തന്നെയായിരുന്നു. കർവുകൾ നമുക്ക് കുറച്ച് കുറവുകൾ തന്നെയായിരുന്നു. പ്രോബ്ലംസിൽ TFC TC ഒക്കെയാണ് മെയിനായിട്ട് ചോദിച്ചത്. GDP ഡിഫ്ലേറ്റർ, ഇവിടെയും നമ്മുടെ പ്രോബ്ലംസ് ഓൺലി മാത്രം വീഡിയോ കണ്ടു കഴിഞ്ഞാൽ, നമ്മൾ പ്രോബ്ലംസ് മാത്രമായിട്ടൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു ലാസ്റ്റ് എക്സാമിൻ്റെ ടൈമിൽ. അവിടെ നമ്മൾ ഇക്വിലിബ്രിയം പ്രൈസ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ GDP ഡിഫ്ലേറ്ററിൻ്റെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതുപോലെ TC TFC ഇതൊക്കെ നമ്മൾ സെപ്പറേറ്റ് ഇന്നലെ വീഡിയോ ചെയ്തിരുന്നു. ലാസ്റ്റ് എക്സാമിൻ്റെ തലേദിവസം നിങ്ങൾക്ക് വീഡിയോ ചെയ്തിരുന്നതിൽ ഒരുപാട് പ്രോബ്ലംസ് അതിൽ നിന്ന് വന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ 8 മാർക്കിൻ്റെ പ്രോബ്ലംസ് പറഞ്ഞതിൽ നമ്മൾ പറഞ്ഞ essay ക്വസ്റ്റ്യൻ തന്നെയാണ് അവിടെ വന്നത്. essay ക്വസ്റ്റ്യൻ ആയിട്ട് RBIയുടെ സെൻട്രൽ ഫങ്ഷൻസും അതുപോലെ തന്നെ ടൂൾസ് ഓഫ് അതാണ് വന്നിരുന്നത്. ടൂൾസ് ഓഫ് RBI ഒക്കെയാണ് നമുക്ക് അവിടെ വന്നത്. ഓക്കെ, പിന്നെ 8 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് അവർ 5 മാർക്കിലേക്ക് കൊണ്ടുപോയി തട്ടി. അതായത് ഇൻകം, നാഷണൽ ഇൻകം കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് 5 മാർക്കിലേക്ക് അവർ കൊണ്ടുപോയി. പിന്നെ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ നമ്മൾ പറഞ്ഞ essay തന്നെയാണ് വന്നത്. അപ്പോൾ അക്കൗണ്ടൻസിനേക്കാളും ബിസിനസ്സിനേക്കാളും കുറച്ച് എളുപ്പമായിട്ട് മിസ്സിന് തോന്നിയത് ഇക്കണോമിക്സ്. കാരണം അതിൽ പാറ്റേൺ ഡിഫറെൻ്റ് തന്നെയാണ്. 2 മാർക്കൊക്കെ നമ്മൾ അറിയാത്ത കുറേ ടേമുകളാണ്. സ്പ്രെഡ് എന്താണെന്നൊക്കെയാണ് ചോദിച്ചത്. അതൊക്കെ നമുക്ക് അരിച്ച് പറക്കിയിട്ടാണ് 2 മാർക്കുകൾ കൂടുതൽ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഈ 3 കോർ സബ്ജക്റ്റുകളിലും 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ പോലും കാണാത്ത, മുന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലൊന്നും കാണാത്ത ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്, എക്സാം പാറ്റേൺ വിൽ ബി ഡിഫറെൻറ്റ് ഫോർ അസ്. നമുക്ക് മാർച്ചിലത്തെ ഫൈനൽ എക്സാമിൽ ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കുന്ന മോഡലായിരിക്കില്ല നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത്. ഓക്കെ, പിന്നെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനും ഇതേപോലെ തന്നെയാണ്. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ നമ്മുടെ പ്രോഗ്രാമുകളൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. നമ്മുടെ HTMLൻ്റെ പ്രോഗ്രാം തന്നെയാണ് ചോദിച്ചത്. അതുപോലെ ഇവിടെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിലെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നല്ല പോലെ ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ച കുട്ടികൾക്കാണ് എളുപ്പം. ഹാർഡ് വർക്ക് പോലെ അരിച്ചു പെറുക്കി A+ വേണമെന്ന് പഠിക്കുന്ന കുട്ടികളുണ്ടല്ലോ, അവരെ സംബന്ധിച്ച് കുഴപ്പമുണ്ടായിരുന്നില്ല. അവർ കുറേയൊക്കെ നമ്മുടെ ക്വസ്റ്റ്യൻസ് തന്നെയാണ് വന്നത്. നമ്മൾ ലാസ്റ്റ് ഒരു 25 ക്വസ്റ്റ്യൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ചോദ്യങ്ങൾ നിങ്ങൾ മാർക്ക് ചെയ്തെന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ അപ്ലോഡ് ചെയ്തത്. അതിൽ നിന്നാണ് നമുക്ക് CMS ചോദിച്ചിരുന്നത്. അതിൽ നിന്ന് തന്നെയാണ് നമുക്ക് കോളം കോൺസ്ട്രൻസ് ഒക്കെ നമുക്ക് 5 മാർക്കിന് ചോദിച്ചത് അതിൽ നിന്നായിരുന്നു. അപ്പോൾ ലാസ്റ്റ് ആ വീഡിയോ കണ്ടവർക്കും
വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. നമ്മൾ അതിൽ തന്നെ നമ്മുടെ ഹാൻഡ് റിട്ടൺ നോട്ട്, മിസ് എഴുതിയ ഹാൻഡ് റിട്ടൺ നോട്ടായിരുന്നു അതിലുണ്ടായിരുന്നത്. ദെൻ മലയാളം ഇംഗ്ലീഷിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ദിസ് ഈസ് ഈസി ആയിരുന്നു. ഈസി എന്ന് പറയുമ്പോൾ 100 100 കിട്ടുന്നുണ്ടെങ്കിൽ ഈസി അല്ല, സെയിം പാറ്റേൺ തന്നെയാണ്. ഇതിൽ വലിയ ഡിഫറെൻ്റ് എന്ന് പറയാനില്ല. നമുക്ക് ക്യാരക്ടർ സ്കെച്ചസ്, അതുപോലെ തന്നെ വുമൺ എംപവർമെൻറ്റ്, അതൊക്കെ നമ്മൾക്ക് അറിയാവുന്ന ടോപ്പിക്കുകൾ തന്നെയാണ്. ലാംഗ്വേജിലെ ടോപ്പിക്കിലൊന്നും വ്യത്യാസം വന്നിരുന്നില്ല. അതുപോലെ തന്നെ ഇമെയിൽ അയക്കുക, ലെറ്റർ ടു ദ എഡിറ്റർ, പിന്നെ എഡിറ്റിംഗ് പാസേജസ്, അതൊക്കെയാണ് നമുക്ക് ആ സെയിം പാറ്റേണിൽ തന്നെ പഠിച്ചു പോയാൽ മതി. പഠിച്ചാൽ മാത്രം നമുക്ക് കിട്ടുന്നതായിരുന്നു. ഹിന്ദി ആണെങ്കിലും കേട്ടോ. അപ്പോൾ ഇവിടെ ഇപ്പം നമ്മുടെ ക്രിസ്മസ് എക്സാമിനെ വെച്ചിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ പാറ്റേണുകളെല്ലാം ഡിഫറെൻ്റ് ആയിട്ട് വന്നിരിക്കുകയാണ്. കഴിഞ്ഞ വർഷത്തെയും മുന്നത്തെ വർഷത്തെയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാത്രം പഠിച്ചു പോയിട്ട് എക്സാം ചെയ്തിട്ട് കാര്യമില്ല. അതിൻ്റെ കൂടെ പ്ലസ് നമ്മൾ പ്രതീക്ഷിക്കാത്ത ക്വസ്റ്റ്യൻസും കൂടിയും പഠിക്കണം. അപ്പോൾ നമ്മുടെ എഡ്യു വാലി 2.0 ഈ ഒരു ക്രിസ്മസ് എക്സാമിൻ്റെ ഈ പാറ്റേൺ കണക്കിലെടുത്തിട്ട് നമ്മളൊരു ഇമ്പ്രൂവ്മെൻറ്റ് ബാച്ച് പറഞ്ഞിരുന്നു, അത് നമ്മൾ സ്കിപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ബാച്ച് നമ്മൾ ക്യാൻസൽ ചെയ്യാൻ പോവാണ്. ബിക്കോസ് ഇമ്പ്രൂവ്മെൻറ്റ് നമ്മൾ ക്യാൻസൽ ചെയ്യാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കുട്ടികളും +2 ഓറിയൻറ്റഡ് ആവാൻ പോവുകയാണ്. ഇമ്പ്രൂവ്മെൻറ്റ് നമ്മൾ ഇനി കണ്ടിന്യൂ ചെയ്യുന്നില്ല. ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ കുറേ കുട്ടികൾ ഇമ്പ്രൂവ്മെൻറ്റ് അഡ്മിഷൻ എടുത്തിട്ടുണ്ടായിരുന്നു, അവർക്കെല്ലാം നമ്മൾ റീഫണ്ട് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. നമ്മളിനി കൂടുതൽ ശ്രദ്ധിക്കാൻ പോകുന്നത് +2 ക്രാഷ് കോഴ്സിനെയാണ്. അതായത് ക്രാഷ് കോഴ്സ് എന്ന് പറയുമ്പോൾ 50+ ഡേയ്സ് നിങ്ങൾക്ക് ക്രാഷ് കോഴ്സ് ഉണ്ടായിരിക്കും. അതെന്തിനാണ്? സിംപ്ലി ക്രാഷ് യുവർ എക്സാം. നമുക്ക് എക്സാമുകൾ വരുമ്പോൾ സൂപ്പറായിട്ട് എഴുതാൻ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത ക്വസ്റ്റ്യനാണ് സ്റ്റഡീസിൽ കുറച്ച് വന്നത് ക്രിസ്മസ് എക്സാമിൽ. നമുക്കിനി ഫൈനൽ എക്സാം നോക്കുമ്പോൾ ഇങ്ങനെയൊരു ക്വസ്റ്റ്യൻ നമ്മൾക്ക് കാണുമ്പോൾ ഇത് ഏതാ ക്വസ്റ്റ്യൻ എന്ന് തോന്നരുത്. അങ്ങനെയുള്ള ഒരു 50 ദിവസത്തെ 50ൽ കൂടുതലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വരുന്നത്. പക്ഷേ 50 ഡേയ്സ് പറയുന്നതാണ്. 50 ഡേയ്സിൻ്റെ ക്രാഷ് കോഴ്സ് ഫോർ +2 മാത്രമാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. +1 നമ്മൾ ഇമ്പ്രൂവ്മെൻറ്റ് ക്യാൻസൽ ചെയ്യുന്നത് നമുക്കിത് സമയം വളരെ കുറവായിരിക്കും. നമ്മൾ ജനുവരി മന്ത് കംപ്ലീറ്റ് ആണ് ഇമ്പ്രൂവ്മെൻറ്റ് വിചാരിച്ചിരുന്നത്. പക്ഷേ ജനുവരി മന്ത് കഴിഞ്ഞാൽ നമുക്ക് 50 ഡേയ്സ് ചിലപ്പോൾ +2 കിട്ടില്ല. അതിൻ്റെ കൂടെ നമ്മൾ ക്രാഷ് ബാച്ചും കൊണ്ടുപോകേണ്ടി വരും. അപ്പോൾ നമുക്ക് കോൺസെൻട്രേഷൻ നിങ്ങൾക്ക് പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇമ്പ്രൂവ്മെൻറ്റ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇമ്പ്രൂവ്മെൻറ്റിന് ഉണ്ടാവില്ല. ഇനി ഈ ക്രാഷ് കോഴ്സിൻ്റെ ഡീറ്റെയിൽസും ഈ ക്രാഷ് കോഴ്സിൻ്റെ ഫുൾ ഫീച്ചേഴ്സാണ് മിസ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതായത് മിസ്സാണ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുക. ഹാൻഡ് റിട്ടൺ സ്കെച്ച് ബുക്കൊക്കെ വെച്ചിട്ട് നിങ്ങൾ എങ്ങനെയാണോ യൂട്യൂബിൽ മിസ്സിൻ്റെ ക്ലാസ് കാണുന്നത് ദാറ്റ് വൈസ് നമ്മുടെ ക്രാഷ് കോഴ്സ്. നമ്മുടെ സബ്ജക്റ്റുകൾ അക്കൗണ്ടൻസി, ബിസിനസ് സ്റ്റഡീസ്, ഇക്കണോമിക്സ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, മാത്സ് ആൻഡ് ഇംഗ്ലീഷ്. ഇതിൽ മാത്സും ഇംഗ്ലീഷും എടുക്കുക. സയൻസ് ബാച്ചിലെ മിസ്സാണ്. നിങ്ങൾക്ക് എഡ്യു വാലറ്റിൻ്റെ ചാനൽ അറിയാം, ആ ചാനലിലെ മിസ്സാണ് ഇംഗ്ലീഷും മാത്സും എടുക്കുന്നത്. ഈ 4 സബ്ജക്റ്റ് മിസ്സാണ് എടുക്കുന്നത്, ഞാനാണ് എടുക്കുന്നത്. അക്കൗണ്ടൻസി, ബിസിനസ് സ്റ്റഡീസ്, ഇക്കണോമിക്സ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. ഈ 4 സബ്ജക്റ്റ് മിസ് എടുക്കുന്ന 4 സബ്ജക്റ്റ് നിങ്ങൾക്ക് ഓക്കെ ആണ് എങ്കിൽ നിങ്ങൾക്ക് മിസ് ഒരു ചെറിയൊരു കൺസെഷൻ പോലെ പെർ സബ്ജക്റ്റ് 500 rupees ആണ്. അപ്പോൾ ഒരു വിഷയം ക്രാഷ് കോഴ്സ് വേണം എന്നുള്ളവരെ 500 രൂപ, 2 ദിവസം 2 വിഷയം വേണമെങ്കിൽ 1000 രൂപ. മിസ്സിൻ്റെ സബ്ജക്റ്റ് 4 സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് ക്രാഷ് കോഴ്സ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് 4 എണ്ണം കൂടി 1500 രൂപ. അതായത് ഒരു കുറച്ച് ലിമിറ്റഡ് സമയത്തുള്ള ഒരു അഡ്മിഷൻ്റെ ഒരു ഓഫർ എന്ന് വേണമെങ്കിൽ നമുക്കറിയാം. ഞാൻ എടുക്കുന്ന സബ്ജക്റ്റുകൾക്ക് എൻ്റെ കുട്ടികൾക്ക് ഒരു സബ്ജക്റ്റ് കിഴിച്ചു കൊടുക്കുന്നു. ഇതൊക്കെ നമ്മുടെ സയൻസ് ബാച്ചിൽ മിസ്സാണ് എടുക്കുക കേട്ടോ. അപ്പം പെർ സബ്ജക്റ്റ് ഇപ്പോൾ 2 വിഷയം വേണ്ടവർ 1000 രൂപ. ഈ 4 വിഷയം എടുക്കുന്നവർക്ക് മാത്രമേ 1500 ക്ലാസ് കിട്ടുള്ളൂ. ഇനി എന്താണ് ഈ ക്രാഷ് കോഴ്സ് നമ്മൾ ചെയ്യാനുള്ള കാരണങ്ങൾ മിസ് പറഞ്ഞു. കാരണം മാറി വരുന്ന എക്സാം പാറ്റേൺ ആണ് മെയിൻ റീസൺ. 15 ഡേയ്സ് പ്ലസ് എങ്ങനെയാണ് മിസ് ഉണ്ടാവുന്നത് എന്ന് ചോദിക്കുന്നവരോട്, ജനുവരി 1st വീക്കിൽ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. ജനുവരി 1st വീക്കിൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് ജനുവരി ഫെബ്രുവരി കംപ്ലീറ്റഡ് ആയിട്ട് നമുക്ക് ക്ലാസ്സസ് ഉണ്ടായിരിക്കും. അപ്പം തന്നെ നമുക്കൊരു 60 ദിവസം എങ്ങനെയും നമുക്ക് കിട്ടും. ദെൻ നമ്മുടെ മാർച്ചിലേക്ക് ഇനി ഏതെങ്കിലും കാരണവശാൽ റിവിഷൻ ബാച്ചുകളൊന്നും കഴിഞ്ഞില്ല എങ്കിൽ മാത്രം നമ്മൾ ഫൈനൽ എക്സാമിൻ്റെ ഡേയ്സ് വരെ നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ എങ്ങനെയും 50+ ഡേയ്സ് ആണ് നിങ്ങൾക്ക് ഈ ക്രാഷ് കോഴ്സ് ഉണ്ടാവുക. നമ്മൾ +2 ഫൈനൽ ഡേയ്സുകളാണ് നിങ്ങളെ കൂടെ മിസ് ഉണ്ടായിരിക്കുക. ഫൈനൽ എക്സാം ടൈം വരെ നിങ്ങളെ കൂടെ ഉണ്ടായിരിക്കും. 15 ഡേയ്സ് പ്ലസ് ആണ് 50+ ഡേയ്സ് ആണ് നമ്മുടെ ക്രാഷ് കോഴ്സ് ഉണ്ടായിരിക്കുക. ഇനി ഷുവറായിട്ട് നിങ്ങൾക്ക് ആ ദിവസം നിങ്ങൾക്ക് കൗണ്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ലൈവ് ആയിട്ടുള്ള ക്ലാസ്സസ് ആയിരിക്കും. മിസ് ഇപ്പം നിങ്ങളടുത്ത് പോകുന്ന ഈ ലൈവ് ആയിട്ട് ചെയ്യുന്ന ഈ നോട്ടുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. PDF ആയിട്ടാണ് നിങ്ങൾക്ക് നോട്ടുകൾ പ്രൊവൈഡ് ചെയ്യുക. നമ്മൾ ആദ്യം ചാപ്റ്റർ വൈസ് ആയിട്ടാണ് എടുക്കുക. ഒരു പാഠം പോലും നിങ്ങൾ സ്കിപ്പ് ചെയ്യില്ല. ഓരോ പാഠവും നിങ്ങൾ പഠിപ്പിക്കുന്നതാണ്. 1ാം പാഠം മുതൽ ലാസ്റ്റ് ചാപ്റ്റർ വരെ നിങ്ങൾക്ക് പഠിപ്പിക്കും. റിവിഷൻ ആദ്യം ചാപ്റ്റർ വൈസ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിവിഷൻ ബാച്ച് പോലെ 1 മാസം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും,
നമ്മുടെ എല്ലാ ചാപ്റ്റേഴ്സും എടുത്ത് തീർക്കും. പിറ്റത്തെ മാസം നമ്മൾ കംപ്ലീറ്റ് റിവിഷൻ ആയിരിക്കും. കംപ്ലീറ്റ് റിവിഷൻ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യും. പ്രൈവറ്റ് ലിങ്ക് വഴിയാണ് നിങ്ങൾക്ക് ക്ലാസ്. അല്ല നിങ്ങൾ വേറെ സൂമുകളോ ഗൂഗിൾ മീറ്റോ ഒന്നും അല്ല, നിങ്ങൾക്ക് പ്രൈവറ്റ് ആയിട്ട് ലിങ്കിൽ കയറി ക്ലാസ് കാണാം. ലൈവ് ക്ലാസ്സസ് ആണ്. ഇനി ആ ലൈവിൻ്റെ സമയത്ത് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല, നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ്സസ് അവൈലബിൾ ആണ്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള എക്സാം പാറ്റേൺ ആണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് പേഴ്സണലി മിസ്സിൻ്റെ അടുത്ത് സംശയങ്ങൾ പേഴ്സണലി വാട്സപ്പ് മെസ്സേജ് അയച്ചിട്ട് ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാം. ഇനി ഇതിൽ മിസ് ചെയ്യാത്തൊരു ടൈമിൻ്റെ കാര്യം. ടൈം നമ്മൾ നൈറ്റ് ടൈം ആണ് കൂടുതൽ പ്രിഫർ ചെയ്യുക. 8 to 9:30 ഓർ 10 o'clock ഉള്ളിലാണ് നമ്മുടെ ക്ലാസ് ഉണ്ടാവുക. ബിക്കോസ് ഈ ഒരു സമയം എടുക്കുന്നത് ഈവനിങ് സെക്ഷനിൽ ട്യൂഷന് പോകുന്ന കുട്ടികളുണ്ട്, സ്കൂൾ കഴിഞ്ഞിട്ട് 5-6 മണിക്ക് എത്തുന്ന കുട്ടികളുണ്ട്, അതവരൊക്കെ കണക്കിലെടുത്തിട്ടാണ്. ഇനി ഹോളിഡേയ്സിൽ നമുക്ക് ഡേ ടൈം ആയിരിക്കും നമ്മുടെ ക്ലാസ്. ഡേ ടൈം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു ടൈം, എല്ലാ ടൈം ടേബിളുകളും പിന്നെ ടൈമുകളെല്ലാം നിങ്ങൾക്ക് തലേദിവസേ നിങ്ങളുടെ കയ്യിൽ മിസ് തരുന്നതാണ്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ക്ലാസ്സിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ്. ഇനി വേറൊരു കാര്യം കൂടി നിങ്ങളോട് പറയാനുള്ളത്, ഈ 50 ദിവസത്തെ ക്ലാസ്സിനാണ് ഒരു സബ്ജക്റ്റിന് 500 രൂപ, അല്ലാതെ ഒരു മന്തിനല്ല. ഒരു മന്തിന് നമ്മൾ 500 വാങ്ങുന്നില്ല. 50 ദിവസം നിങ്ങളിപ്പോൾ ഒരു 500 വന്നിട്ട് ഇപ്പോൾ അക്കൗണ്ടൻസി സബ്ജക്റ്റുകൾ ഇപ്പോൾ മിസ്സിൻ്റെ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ ഈ അക്കൗണ്ടൻസിയുടെ ക്ലാസ് നിങ്ങൾക്ക് ഫൈനൽ എക്സാം വരെ നമ്മൾ എന്നാണോ ക്രാഷ് ബാച്ച് സ്റ്റോപ്പ് ചെയ്തത് അതുവരെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. നിങ്ങളുടെ എക്സാം കഴിഞ്ഞത് വരെ നിങ്ങൾ ആരും നമ്മൾ ഗ്രൂപ്പിൽ നിന്ന് റിമൂവ് ചെയ്യുന്നതല്ല. പേയ്മെൻറ്റ് നൽകിയവരെ അതാത് സബ്ജക്റ്റ് വൈസ് ഗ്രൂപ്പുകളിലേക്ക് ആഡ് ചെയ്ത് ആ സബ്ജക്റ്റുമായി എല്ലാ കാര്യങ്ങളും മിസ് ഡിസ്കസ് ചെയ്യുക ഗ്രൂപ്പിലായിരിക്കും. ഓക്കെ, അഡ്മിഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇമ്പ്രൂവ്മെൻറ്റ് വേണ്ടാത്തവരെല്ലാവരും ഇപ്പം എന്ത് ചെയ്തിട്ടുണ്ട്, ക്രാഷ് ബേസിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണം, നിങ്ങൾക്ക് ചേരണമെന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ ഫൈനൽ എക്സാം ഈസി ആയിട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു നമ്പറിൽ മിസ്സിനെ കോൺടാക്ട് ചെയ്യുക. വാട്സപ്പ് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് അറിയിക്കുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്ന വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.